ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബോയ് ആണ് കേട്ടോ. ഇത് വളരെ ഈസിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 ഇഞ്ച് വീതിയുള്ള ഗ്രോസ്കൺ റിബണും 1 ഇഞ്ച് വീതിയുള്ളതുമാണ് കേട്ടോ. 2 കളറിലാണ്. ബ്ലൂ ഞാൻ എടുത്തിരിക്കുന്നത് 1 ഇഞ്ചും പിങ്ക് 2 ഇഞ്ചുമാണ്. 16 സെൻറ്റിമീറ്റർ 16 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. 16 അല്ല, ഞാനൊരു 16.5 ഇട്ടിട്ടുണ്ട്. കാരണം രണ്ട് സൈഡും ഇതുപോലെ നമ്മളത് രണ്ടും ഒരുപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് നമുക്കൊന്ന് അത് ഉരുക്കിയെടുക്കണം. ഇതുപോലെ വെച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും കുറച്ച് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കറക്റ്റ് 16 സെൻറ്റിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 0.5 കൂടെ കൂടുതലിട്ടു. അതിനുശേഷം ഇത് ഒന്ന് അറ്റാച്ച് ചെയ്യണം ഇതുപോലെ വെച്ചിട്ട്. അപ്പോൾ അത് സൈഡൊന്ന് ഉരിക്കണം. അതേ ഇതിൽ തന്നെ അടുത്ത സൈഡും. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ടുള്ളതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം രണ്ടും ഒരേ വീതിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്യുക. ഇത് രണ്ടായിട്ടല്ല, ഒന്നിന് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ. 2 ഇഞ്ചിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ 1 ഇഞ്ചിൻ്റെത് അത് ഉരുക്കിയെടുക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് ഫസ്റ്റ്. ഇനി അടുത്ത് ഇതിനൊന്ന് സെൻറ്റർ, നമുക്കത് കറക്റ്റ് സെൻറ്റർ പോർഷൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, ബാക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതുപോലെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഉരുക്കുമ്പോൾ അതുപോലെ ജസ്റ്റ് എന്നിട്ട് സെൻറ്റർ ഇതുപോലെ. ഈ സെൻറ്റർ കൊടുക്കുന്നത് വെറുതെ നമുക്കതൊന്ന് ആ മടക്ക് കറക്റ്റ് ഫോൾഡിങ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം സെൻറ്ററിലോട്ട് കോണോട് കോൺ മടക്കുക. അതിനുശേഷം ഒന്ന് വേണമെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ച്, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ നിൽക്കില്ല എങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് അവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശീലം ഉള്ളത് കൊണ്ട് കയ്യിൽ നിൽക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ നിന്നില്ല എങ്കിൽ അങ്ങനെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു സൈഡ് തിരിച്ചു മടക്കുക. അടുത്ത ഫോൾഡിങ് ഇതുപോലെ. വളരെ സിമ്പിളാണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വയ്ക്കുക, അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം അതിൻ്റെ ബാക്കിലൊന്ന് എടുത്തിട്ട് ഇതുപോലെ വീണ്ടും അതിന് പുറകിലോട്ട് നേരെ മടക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ എഡ്ജിലിങ്ങനെ കറക്റ്റ് വന്ന് നിൽക്കും. ഈ ഒരു ഫോൾഡിംഗ് ആണ് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്കൊരു ലവിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ കിട്ടും അകം. ആ ബ്ലൂ കറക്റ്റ് ഇങ്ങനെ വന്നിരിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്, നമുക്ക് സ്റ്റിച്ച് ഇടാനായിട്ട്. കാരണം നമ്മൾ ഒത്തിരി മടക്കുണ്ട്, കുറച്ച് തിക്നെസ് വരും. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ കയ്യിലൊന്നും കൊള്ളാതെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതുപോലെ 4 5 നമ്മൾ ഒറ്റ സംഖ്യ എടുക്കുന്നതിനേക്കാൾ ഇരട്ട സംഖ്യ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതായാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടും. അതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഇതൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഇതിനിങ്ങനെ കൂട്ടി എടുക്കുമ്പോഴേക്കും ഇതുപോലെ എടുക്കുമ്പോൾ ഇതേ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു ഷേപ്പ് കിട്ടി. ഇനി ഇതുപോലെ ഇത് ഇപ്പം ഞാൻ ഒന്ന് ചെയ്ത്, നമുക്ക് ഒന്നും കൂടെ വേണം കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പീസ് കട്ട് ചെയ്തെടുക്കുക. ബ്ലൂ 2 പീസ് വേണം, പിങ്ക് 2 പീസ് വേണം. അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. രണ്ടും 16.5 സെൻറ്റിമീറ്ററിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുക. ഇതുപോലെ ഒരു പീസും കൂടെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ചെയ്തെടുത്തു. ഇനി അടുത്തെന്ന് പറയുന്നത് അതിൽ പുറകിൽ വെക്കുന്ന ഒരു ബോ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ്. ഇതുപോലെ വെച്ച് പുറകിലായിട്ട് അങ്ങനെ ഭയങ്കര ഇതൊന്നും നോക്കണ്ട, പെട്ടെന്ന് അതിൻ്റെ സെൻറ്റർ നോക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ബോയുടെ ഷേപ്പിലൊന്ന് എന്ത് ചെയ്യുക, ടൈ ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ് ഈ ബോ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഞാനിത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിൽ ചെയ്യുന്നതേ ഉള്ളൂ. നോക്കി, ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ബോയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പുറത്തിനി ഫിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, നമുക്കങ്ങ് ടൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബോ നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഡ്ജിലൊക്കെ വരുന്ന ത്രെഡ്, ഈ പുറത്തേക്ക് നിൽക്കുന്ന സാറ്റിൻ റിബണിൻ്റെ ബാക്കിയൊക്കെ ഒന്ന് കട്ട് ചെയ്തങ്ങ് കളയും കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ ഉരുക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് നൂലിങ്ങനെ വിട്ടുവരും. അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തു. ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്താൽ മതി, അത് പെട്ടെന്ന് അങ്ങ് ഇത് കഴിയും. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനായിരുന്നു, എനിക്ക് ഒരു ബോ ചെയ്യാനായിരുന്നു, ഒരു 15 പീസിൻ്റെ സെറ്റായിരുന്നു ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് ഒരു സെറ്റ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഹാങ്ങിങ് ഒക്കെ കൊടുക്കാൻ തോന്നിയത് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു പീസ് എടുത്തു, സെയിം കളറിൽ തന്നെ റിബൺ എടുത്തു. എന്നിട്ട് അതിനെ സെൻറ്റർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നു. വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ഗ്ലൂ കൊടുക്കുക, ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഒട്ടിക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അതിനെ ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിൽ വെച്ചിട്ട് വീണ്ടും ഗ്ലൂ ഗൺ കൊടുത്ത് അപ്ലൈ ചെയ്ത് ഒട്ടിക്കുക. എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് അങ്ങ് ഉരുക്കി കൊടുക്കണം കേട്ടോ, ബാലൻസ് ഉണ്ടെങ്കിൽ. ഇപ്പം നല്ല രീതിയിൽ നമുക്ക് അത് ഹെയർ ബോ ആയിട്ടുണ്ട്. ഇനി ഇത് സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന ഞാനിതൊന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ ഇതിൻ്റെ പുറകിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഫെൽറ്റ് ഷീറ്റ് കൊടുക്കുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഹാങ്ങിങ് കൊടുക്കാനൊക്കെ തോന്നിയത്. നമ്മുടെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അതിന് വേറൊരു ഐഡിയ കിട്ടി കേട്ടോ ചെയ്യാനായിട്ട്. നമുക്ക് കസ്റ്റമൈസേഷൻ ആകുമ്പോൾ നമ്മുടേതായ രീതിയിൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യും. അങ്ങനെ ഹാങ്ങിങ് കൊടുക്കാനൊക്കെ തോന്നി. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഹാങ്ങിങ്ങും എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം ഫെൽറ്റ് ഷീറ്റ് കൊടുക്കുക. ഇത് പൂമ്പൂമാണ്. പോംപോം എടുത്തതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു ത്രെഡ് ഒരു 3-4 പ്രാവശ്യം തിക്നെസ്സിലെടുക്കുക കേട്ടോ. ഇത്ര കുറച്ച് തിക്നെസ്സിലെടുക്കുക. പോംപോം എടുത്ത് ജസ്റ്റ് ഒന്ന് കോർക്കുക, കുറച്ച് ബീഡ് ഇട്ട് കൊടുക്കുക. ഇതൊരു 2-3 ഹാങ്ങിങ്സ് കൊടുത്താലും, അല്ലെങ്കിൽ ഇതൊരു ഞാൻ ഇപ്പോൾ ഒറ്റ ലെയറാണ് കൊടുത്തിരിക്കുന്നത്, ഒരു 2 ലെയർ കൊടുത്താലും വളരെ 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 ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക രസമാണ് ഇങ്ങനെ തോന്നിക്കിടക്കുന്നത്. പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് അതൊരു ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലോ. അതുകൊണ്ട് ഈ ബീഡ്സ് നമുക്ക് എത്ര ലെങ്ത് വേണോ നമുക്കതിന് കട്ട് ചെയ്ത് കൊടുക്കാം, അല്ല കോർത്ത് നമുക്ക് കൊടുക്കാം. ഞാനിത് ഒറ്റ ലെയറായാണ് ഇട്ടത്, കാരണം എൻ്റെ കയ്യിൽ എനിക്കിത് 15 പീസിന് എൻ്റെ കയ്യിൽ, കാരണം നമുക്ക് വൈറ്റ് പൂമ്പും വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കയ്യിൽ 15 എണ്ണേ ഉള്ളുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് വെച്ച് കൊടുത്തത്. അതിനുശേഷം അതിലൊരു എന്താ പറയുക ലോങ് ടെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സെയിം ബ്ലൂ കളറിൻ്റെ ഇതെടുത്തു, സാറ്റിൻ അല്ല ഗ്രോസ് ഗൺ റിബൺ എടുത്തു. അത് ജസ്റ്റ് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തു, എഡ്ജ് തമ്മിൽ വി ഷേപ്പിൽ കട്ട് ചെയ്തു. അപ്പോൾ 2 സൈഡും കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഒരു സൈഡല്ല 2 സൈഡും വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ആ വി ഷേപ്പിൽ കട്ട് ചെയ്താലും അതൊന്ന് ഉരുക്കി കൊടുക്കണം. കാരണം ഉരുക്കുന്നത് അതിൽ റിബണാണ്, ഒരു സാറ്റിൻ ടച്ച് ഉള്ളതാണ്, വിട്ട് വരും, അതിങ്ങനെ ഇളകി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുമ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി അങ്ങ് ഉരുക്കരുത്, കാരണം അതിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങ് പോകും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് പുറകിലാണ് ഫെൽറ്റ് ഷീറ്റ് കൊടുക്കേണ്ടത്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കങ്ങനെ തോന്നിയത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആദ്യം ഞാൻ ഒട്ടിച്ചു. അപ്പോൾ ഞാനിവിടെ ഈ ഹാങ്ങിങ്സ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്കത് വെച്ചിട്ട് അറ്റാച്ച്മെൻറ്റും കൊടുത്തിട്ട് ഒട്ടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടല്ലോ, ആ ഒരു ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ചെയ്ത് വെക്കൽ, കുറച്ചൊന്ന് ലൂസായിട്ട് നിർത്തണം. കാരണം എന്നാലേ ആ ഒരു ഹാങ്ങിങ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ. തിക്കായിട്ട് നമ്മൾ ബീഡ്സിനെ പിടിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു വടി പോലെ നിൽക്കും. അതുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൊടുത്തതിന് ശേഷം, നമ്മുടെ ലോങ് ടെയിലും കൊടുത്തതിന് ശേഷം വേണം എന്ത് കൊടുക്കാൻ, ഫെൽറ്റ് ഷീറ്റ് കൊടുത്ത് ബാക്കിൽ പേസ്റ്റ് ചെയ്യുക. കാരണം ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് തിരിച്ചാണ്, ജസ്റ്റ് ബാക്കിലാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തത്. അത് ജസ്റ്റ് ആ ഒരു ഫോൾഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്യുക കേട്ടോ. ഇനി ബാക്കിൽ അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തു. അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ കവർ ചെയ്താലും നല്ലതാണ് കേട്ടോ. കവർ ചെയ്യുന്നതാണ് ഉണ്ടെങ്കിൽ കവർ ചെയ്യുക. എനിക്ക് പിന്നെ കവർ ചെയ്ത് ചെയ്യാൻ പിന്നെ സമയമില്ലായിരുന്നു. പിന്നെ ഇതൊരു വൃത്തികേടായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് തന്നെ കൊടുത്തത്. ഇനി ഫ്രണ്ടിൽ ഒരു ചെറിയൊരു അറ്റാച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടിട്ടുള്ള വേറൊന്നുമില്ല, ഒരു കട്ട് ബീഡ്സിൽ ജസ്റ്റ് സ്റ്റോൺ ചെയിൻ കവർ ചെയ്തെടുത്തതേ ഉള്ളൂ. എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. നോക്കിയേ, ഭയങ്കര ഈസി ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. കണ്ടില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ.